لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. الله سبحانه وتعالى നമുക്ക് നൽകിയ ഹിദായത്ത് മരിക്കുന്നത് വരെ കാലാകാലത്തേക്ക് നിലനിർത്തിക്കൊള്ളാമെന്ന വഅദ അല്ലാഹു തന്നിട്ടില്ല. അതിനു വേണ്ടി പരിശ്രമിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു. നമ്മുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും പിന്നെ ഇസ്തിഖാമത്തോടു കൂടി നിൽക്കുകയും ചെയ്തവരാണ്. അപ്പൊ അത് നമ്മളെ സ്വന്തം ചെയ്യേണ്ട പണിയാണ്. മറിച്ച് നൽകപ്പെട്ടതിന് ശേഷം അത് നഷ്ടമായതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആനിലും ഹദീസുകളിലൊക്കെയായി വന്നിട്ടും ഉണ്ട്. ഒന്നുകിൽ കുറഞ്ഞ കാലത്തേക്ക് വേണ്ടി ചിലപ്പോൾ മാറ്റിവെച്ചതാവാം, അതല്ലെങ്കിൽ കാലാകാലത്തേക്കായി ഡിസ്മിസ് ചെയ്തതായും പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഹിദായത്ത് നൽകപ്പെട്ട ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അതിന് അവസാന നിമിഷം വരെ മലക്കുൽ മൗത്ത് വന്ന് ഇവിടെ നിന്ന് യാത്രയാവുന്ന ആ സെക്കൻഡ് വരെ നഷ്ടപ്പെടാതെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ കൊണ്ട് നടക്കുക എന്നുള്ളത് ബാധ്യതയാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ, നമ്മൾ ചെയ്യേണ്ട ജോലിയാണ്. തസ്കിയത്ത് നമ്മൾ സ്വയം ചെയ്യണം. വഖദ് ഖാബ മൻ ദസ്സാഹ, നമ്മളെ കഴിവുകേട് കൊണ്ട് തന്നെയാണ് നഫ്സ് മലീമസമാകുന്നതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ വരെ അങ്ങനെയാണ്. അല്ലാഹുമ്മ അരിനിൽ ഹഖ്ക ഹഖ്ഖൻ വർസുഖ്നി ഇത്തിബാഅഹു. പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, നീ എനിക്ക് ഹഖിനെ ഹഖായി കാണിച്ചു തരികയും അതിനെ ഇത്തിബാ ചെയ്യാനുള്ള തൗഫീഖും നീ തരണം. വഅരിനിൽ ബാത്തില ബാത്തില, അസത്യം ഏതാണ് ബാത്തിൽ ഏതാണ് എന്ന് എനിക്ക് വ്യക്തമായും മനസ്സിലാക്കി തരണം. വർസുഖ്നി ജിത്നാബഹു, അതിനെ വെടിയാൻ നീ എനിക്ക് തൗഫീഖും തരണം. മാത്രമല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരമായ ദുആയിൽപ്പെട്ടതായിരുന്നു യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പ്രവാചകന്റെ ദുആയ, മനസ്സിലെ ഹൃദയത്തെ മറിച്ചുകൊണ്ടിരിക്കുന്നവനെ എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തേണമേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. വല്ലാത്തൊരു വാക്കാണ്. എന്റെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള സുരക്ഷയായി എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള എന്റെ ദീനിനെ നീ എനിക്ക് നന്നാക്കി തരണേ മരിക്കുന്നത് വരെ. ദുനിയാവിലും സുരക്ഷ ദീനാണ്. മരണം തൊട്ട് അങ്ങോട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെയും സുരക്ഷ ദീനാണ്. ഹറാമിൽ ചെന്ന് പെടാതിരിക്കാനുള്ള സുരക്ഷ ദീനാണ്. അള്ളാനെ വെറുപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ മാറി നിൽക്കാനുള്ള മനസ്സ് അതും ദീനാണ്. ദീനില്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. നീ എനിക്കത് നന്നാക്കി തരണേ. റസൂലുള്ളാഹി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായ ദുആകളിൽപ്പെട്ടതാണ്. മാത്രമല്ല പരിശുദ്ധ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുആകൾ പഠിപ്പിച്ചു തന്നു. സൂറത്തുൽ ഹുജറാത്തിൽ സഹാബാക്കളുടെ മുഅ്മിനീങ്ങളുടെ സിഫത്തുകൾ, ഗുണങ്ങൾ എടുത്തു പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബികും. ഈമാനിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കി തന്നു, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു അലങ്കാരമാക്കി തരികയും ചെയ്തു ദീനിനെ. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഉസ്യാൻ, തെമ്മാടിത്തരവും തോന്നിവാസങ്ങളും വൃത്തികേടുകളും വെറുപ്പുള്ളതാക്കി തരികയും ചെയ്തു. ഈ ആയത്തിന്റെ തഫ്സീറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ എഴുതപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകർരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഉസ്യാൻ വജഅൽനാ മിനർ റാഷിദീൻ. റസൂലുള്ളാഹിന്റെ ദുആയാണ്. അല്ലാഹുവിന്റെ റസൂൽ പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. നമ്മൾ പിന്നെ ഈ ഫിത്നയുടെ ലോകത്ത് ജീവിക്കുന്ന നമ്മള്
എത്ര ശ്രദ്ധിക്കണം, എത്ര ദുആ ചെയ്യണം, എത്ര ജാഗ്രതയോടെ വേണം ഓരോ സെക്കൻഡും ഈമാന്റെ വിഷയത്തിൽ തള്ളി നീക്കാൻ. അത്ര അപകടം പിടിച്ചൊരു സാധനമാണ് ഇത്. പോയാൽ തിരിച്ചു തരാൻ അള്ളാഹ്ക്ക് മാത്രമേ പറ്റൂ, ലോകത്തൊരു മഖ്ലൂഖിനും സാധ്യമല്ല. ദുനിയാവിന്റെ എന്ത് വസ്തുക്കളും അള്ളാഹു തന്ന പോലെ ആവൂലെങ്കിലും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് പറ്റും. സമ്പത്താവട്ടെ, അതല്ലെങ്കിൽ മറ്റു വസ്തുവകകളാകട്ടെ, സൗകര്യങ്ങളാകട്ടെ, അള്ളാഹു തന്ന പോലെ അല്ല എന്നാലും. പക്ഷെ ഹിദായത്ത് അള്ളാഹു എങ്ങാനും തിരിച്ചെടുത്താൽ വേറെ ആർക്കും കഴിയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന്റെ ഖൽബ് ബൈന ഇസ്ബഇർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് മനുഷ്യന്റെ ഖൽബ്. യുഖല്ലിബുഹാ കൈഫ യശാ, അവൻ ഉദ്ദേശിക്കുന്ന പോലെ അതിനെ അവൻ തിരിച്ചു കളയും. അള്ളാഹു ദ്വലാലത്തിലേക്ക് തിരിച്ച ഒരു ഖൽബിനെ തിരിച്ച് ഹിദായത്തിലേക്ക് തിരിക്കാൻ അള്ളാഹ്ക്കേ പറ്റൂ, നമുക്ക് ആർക്കും പറ്റൂല. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പറഞ്ഞും കേട്ടും പഠിച്ചും അന്വേഷിച്ചും ചർച്ച ചെയ്തും ഇതിനെ ലൈവാക്കി നിർത്തി ഇതിന്റെ ബാക്കിൽ തന്നെ ഉണ്ടാവണം ദീൻ. അതാണ് മെയിൻ. പ്രത്യേകിച്ചും അഖീദ, നമ്മളുടെ ആദർശം. കാരണം ബാക്കി എന്ത് അമലും, ഏത് അമലും, എത്ര വലിയ പുണ്യപ്രവൃത്തിയും അള്ളാഹുവിന്റെ അടുക്കൽ ദർബാറിൽ കബൂലിയത്തിന്റെ ലിസ്റ്റിൽ വരണമെങ്കിൽ അഖീദ ക്ലിയറായേ പറ്റൂ, ഇല്ലെങ്കിൽ ഇല്ല. അബൂതാലിബ് ചരിത്രം വായിച്ചു നോക്കി നിങ്ങൾ. ഒരു കറ മൂപ്പര് ജീവിതത്തിൽ കാണാൻ കഴിയില്ല ദുന്യബിയായിട്ട് നോക്കിയാൽ. കള്ളുകൂടിയനല്ലായിരുന്നു. ആ ഇരുണ്ട യുഗത്തിൽ ഖുറൈശികൾക്ക്, അറബികൾക്ക് ഉണ്ടായ ഒരു ദുസ്വഭാവവും അബൂതാലിബിനില്ല. ആളുകൾ മാതൃകയാക്കിയ, ബഹുമാനിച്ച നേതാവായിരുന്നു അബൂതാലിബ്, റസൂലുള്ളാഹി തങ്ങളുടെ മൂത്താപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നാളെ അള്ളാന്റെ കോടതിയിൽ ഒന്നും ഉപകാരപ്പെടില്ല. എന്ന് പറഞ്ഞാല് ഹഖീഖിയായ ഒരു മനുഷ്യന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടാവേണ്ട മുഹബത്ത് ഉണ്ടല്ലോ, ദീനിയായ മുഹബത്ത്, ഇബാദത്തായ മുഹബത്ത്, അതിന്റെ അപ്പുറത്ത് മാനുഷിക സ്നേഹം വെച്ച് നോക്കിയാൽ അബൂതാലിബിന്റെ സ്നേഹത്തെ കടത്തിവെട്ടാൻ ദുനിയാവിൽ ഒരാളെ സ്നേഹത്തിനും പറ്റൂല. എന്നാൽ ഇബാദിയായ സ്നേഹം ആർക്കാണ്? അബൂബക്കർ സിദ്ദീഖിനാണ് റളിയല്ലാഹു അൻഹു. അതല്ലാത്ത സ്നേഹം ഉണ്ടല്ലോ, പ്രകൃതിയാ മനുഷ്യനോടുള്ള ഒരു മുഹബത്ത്. അബൂതാലിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായതിന്റെ അപ്പുറത്ത് ഒരാൾക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ അതുവരെ നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടൂല. കാരണം അഖീദ ശരിയല്ല. അഖീദ ശരിയല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹനെ നിരാകരിച്ചതോ അള്ളാഹനെ നിഷേധിച്ചതോ തള്ളിപ്പറഞ്ഞതോ ഒന്നുമല്ല കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് എന്തിനെയാണോ തേടുന്നത് അത് കൃത്യമായും മൂപ്പർക്ക് ഉണ്ടായില്ല, പുറത്തായിപ്പോയി. അതുകൊണ്ടാണ് നമ്മള് ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല എഴുതി തന്ന നവാഖിദുൽ ഇസ്ലാം ഇത്രയും ആഴ്ചകളായി വായിച്ചു വന്നത്. 10 എണ്ണവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഈ 10 കാര്യങ്ങളും വലൗ കാന ജാദ്ദൻ ഔ ഹാസിനൻ ഔ ഖായിഫൻ, വെറുതെ തമാശക്ക് പറഞ്ഞാണെങ്കിലും കാര്യമായി പറഞ്ഞാണെങ്കിലും എന്തെങ്കിലും ദുനിയാവിന്റെ നേട്ടങ്ങൾ നഷ്ടപ്പെടുമെന്ന പേടിയിൽ പറഞ്ഞതാണെങ്കിലും ശരി, കഫറ ഇജ്മാഅൻ. ഈ 3 തരത്തിലും ഈ 10 ഏതെങ്കിലും ഒന്ന് വന്നു പോയാൽ കാഫിറായി പോകും. ആകെ ഒഴിവാക്കപ്പെട്ടത് ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ. നിർബന്ധിത സാഹചര്യത്തിൽ നിർബന്ധിക്കപ്പെട്ട് മനസ്സിൽ ഈമാൻ ഉൾക്കൊണ്ടതിനോടൊപ്പം പുറമെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു പോയവൻ, അവനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതനാണ്. ബാക്കി ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നവർ അല്ല. അത്ര ഗൗരവം. അതിനുശേഷം കിതാബിന്റെ അവസാന ഭാഗം അദ്ദേഹം സൂചിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു മസലയാണ്. മിനൽ മസാഇലിൽ മുതഅല്ലിഖ ബിത്തക്ഫീർ. ഈ 10 കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അയാൾ കാഫിർ അന്ന് വന്നു, ഹുക്കുമൻ ഒരുത്തൻ കാഫിറായി. പക്ഷേ ഇന്നയാള് കാഫിറാണ്, ഇന്നവര് കാഫിറാണ് എന്ന് ഒരാളെ സംബന്ധിച്ച് നമുക്ക് പറയാൻ അനുവാദമുണ്ടോ? അതല്ല അനുവാദം നൽകപ്പെട്ടിട്ടില്ലേ? അതാണ് അടുത്ത മസ്അല ചർച്ച. മദ്ഹബു അഹ്ലിസുന്ന വൽ ജമാഅ. അഹ്ലിസുന്ന വൽ ജമാഅത്തിന്റെ നിലപാട്
التفريق بين تكفير المطلق وبين تكفير المعين. തക്ഫീർ രണ്ട് തരത്തിലുണ്ട്. ഒരാളെ കാഫിറാക്കുക എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. തക്ഫീറുൽ മുത്ലഖ്, തക്ഫീറുൽ മുഅയ്യൻ. ഇതാണ് രണ്ട് വിഭാഗം. മുത്ലഖ് എന്ന് പറഞ്ഞാൽ നിരുപാധികം, കൈത് വെക്കാതെ, ഇന്ന ആള് എന്നോ ഇന്ന വിഭാഗം എന്നോ ഇന്ന കുടുംബം എന്നോ പറയാതെ ഇന്നത് ചെയ്തവൻ കാഫിറാകും എന്ന് പറയുക. അതാണ് തക്ഫീറുൽ മുത്ലഖ്, നമ്മൾ സാധാരണ പറയുന്ന പോലെ. തക്ഫീറുൽ മുഅയ്യൻ എന്ന് പറഞ്ഞാൽ ഒരാളെ തഅയീൻ ചെയ്തിട്ട് പറയാം. നമ്മുടെ നാട്ടിലുള്ള ഒളവണ്ണയിലുള്ള ഇന്ന കുടുംബത്തിലെ ഇന്നവന്റെ മകൻ ഇന്നവൻ കാഫിറായിരിക്കുന്നു. ഇതാണ് മുത്തലഖും മുഅയ്യനും തമ്മിലുള്ള വ്യത്യാസം. അതിൽ وبعد دراسة هذه النواقض, ഈ പറയപ്പെട്ട ഇസ്ലാമിൽ നിന്നൊരുത്തം പുറത്തു പോയി പോകുന്ന 10 കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം والقول بأن هذا كفر, ഈ പറയപ്പെട്ട 10 ഏതെങ്കിലും ഒന്ന് വന്നാൽ അവൻ കാഫിറാകും എന്ന നിയമവും നമ്മൾ പഠിച്ചതിന് ശേഷം എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്? ലകിന്നൽ ഹുക്മ അലാ ശഖ്സിൻ ബിഐനിഹി ബിഅന്നഹു കാഫിർ. ഈ കാര്യങ്ങൾ, ഈ 10 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇന്ന വ്യക്തി കാഫിറായിരിക്കുന്നു എന്ന് വിധി പറയൽ, അതാണ് തക്ഫീറുൽ മുഅയ്യൻ. വല്ലദി യുസാറു ഫീഹി ഇലാ അഹ്ലിൽ ഇൽമി, അത് നമുക്ക് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾക്ക് വിടേണ്ടുന്ന ഒരു ചർച്ചയാണ്. അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ലയോ? വയംബഗി, അനിവാര്യമാണ് ഈ വിഷയത്തിൽ, അൻ തതവഫറ ശുറൂതുഹു, ഒരാളെ തഅയീൻ ചെയ്ത്, ഒരാളെ ക്ലിപ്തമാക്കി അയാള് കാഫിറാണെന്ന് ഒരാൾക്ക് എതിരെ ഹുക്മ് പറയണമെങ്കിൽ ചില നിബന്ധനകൾ ഒരുമിച്ച് കൂടേണ്ടതുണ്ട്. ആ നിബന്ധനകൾ ഉണ്ടെങ്കിലേ ആ വ്യക്തി കാഫിറാണെന്ന് പറയാൻ സാധിക്കുള്ളൂ. അതാരാണ് പറയേണ്ടത്? നമ്മളെ പോലത്തെ ആമികളല്ല, മറിച്ച് രാജ്യത്തെ ഖാദിയാണ്, അതല്ലെങ്കിൽ ഇമാമാണ്, ഭരണാധികാരിയാണ്, അതല്ലെങ്കിൽ ആ ഭരണാധികാരി ഈ കാര്യം ഏൽപ്പിച്ചിരിക്കുന്ന നാട്ടിലെ ഖാദിയാണ്. അവരുടെ ഉത്തരവാദിത്തമാണ് ഒരാൾ കാഫിറാണോ അല്ലേ എന്ന് പറയൽ. സൗദിയായാലും മറ്റുമൊക്കെയുള്ള ഉലമാക്കള് ചില വ്യക്തികളെ സംബന്ധിച്ച് അല്ലാമ ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലുള്ളവർ ഈ ഷർത്തുകൾ പറഞ്ഞുകൊണ്ട് കാഫിറാണെന്ന് പറഞ്ഞ ഫത്വകൾ നമുക്ക് ഇന്ന് ലഭ്യമാണ്. നമ്മളെപ്പോലുള്ളവർക്ക് എന്തില്ല, അതിന് പറയാനുള്ള അവകാശം നമുക്ക് എന്തേ ഉള്ളൂ? തക്ഫീറുൽ മുത്ലഖ്. ഇതാ ഇന്ന കാര്യം നവാഖിദുൽ ഇസ്ലാമിൽ പെട്ടതാണ്, അതൊരുത്തൻ ചെയ്താൽ അവൻ കുഫറിലായി, ഇതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അശ്ശർത്തുൽ അവ്വൽ, ഒന്നാമത്തെ ഷർത്ത്, അയ്യകൂന മുകല്ലഫൻ. ഈ തക്ഫീർ, കാഫിറാക്കപ്പെടുന്ന വ്യക്തി മുകല്ലഫായിരിക്കണം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തിയ, ബുദ്ധിയുള്ള, കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയ ആളായിരിക്കണം. ഒരുത്തനെ ഒന്നും അറിയില്ല, ബോധവുമില്ല, ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലായിട്ടില്ല, അങ്ങനെ ഓൻ ചെയ്തതാണ്, ഓനെ പറ്റി ഖാദി ഉമർ കയറിയിട്ട് ഇന്നവൻ കാഫിറായിരിക്കുന്നു എന്ന് പറയൂല. അവൻ മുകല്ലഫാണോ അല്ലേ, പ്രായപൂർത്തി എത്തിയവനാണോ, ബുദ്ധിയുണ്ടോ, വകതിരിവുണ്ടോ, നല്ല വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ആളെന്നെയോ, അതല്ല ബുദ്ധി കുറവുണ്ടോ, ചെറിയ പയ്യനാണോ, ഇതെല്ലാം നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. വഅലാ ഹാദാ, മുകല്ലഫായിരിക്കണം എന്ന നിബന്ധന ഉള്ളത് കൊണ്ട് തന്നെ ഇദാ അതസ്സബിയു, ഒരു പയ്യൻ, ഒരു ചെറിയ കുട്ടി ചെയ്താൽ, ബിമാ യഖ്തദി ഖുറൂജഹു മിൻ ദീനിൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ഒരു സബിയ് ചെയ്താൽ, സബിയ് മീൻസ് ബാലിഗല്ലാത്ത ഒരു കുട്ടി ചെയ്താൽ, ഫഹൽ യഹ്കുമു അലൈഹി ബിൽജിദ്ദ, ആ കുട്ടി മുർത്തദ്ദായി പോയി എന്ന് ഹുക്മ് നമുക്ക് പറയാൻ പറ്റുമോ? ഔ ലാ നഹ്കുമു അലൈഹി ബിൽജിദ്ദ, അതല്ല ഓൻ പുറത്തായില്ല എന്നാണോ പറയേണ്ടത്? ഇതിൽ ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. മുകല്ലഫാണെങ്കിൽ, മുകല്ലഫ് മനസ്സിലായ പ്രായപൂർത്തിയും ബുദ്ധിയും ബഗതിരും ഒക്കെയുള്ള ആളാണെങ്കിൽ ഒന്നാമത്തെ ഷർത്ത് ഓക്കെ, അയാൾ കുഫറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്താൽ കാഫിറ എന്ന് പറയാം. അതേ സമയത്ത് ഒരു കുട്ടി ചെയ്താൽ പറയാൻ പറ്റോ ഇല്ലയോ ചർച്ചയുണ്ട്. ഉലമാക്കൾ പറഞ്ഞു, ഇൻകാന ഗൈറ മുമയ്യിസിൻ, തമീസ് ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ, എന്താ തമീസ്? വകതിരിവ്.
കാര്യങ്ങൾ വേർതിരിച്ച് ഉപ്പാനെയും ഉമ്മാനെയും മാമാനെയും അമ്മായിലേക്ക് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള പ്രായത്തിലെത്തിയ കുട്ടി. ലാ യുഹ്കമു അലൈഹി ബിദ്ദിദ്ദ. ആ തമ്മീസ് ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ അവനാണ് ഈ പറയപ്പെട്ട എന്തെങ്കിലും ചെയ്തതെങ്കിൽ ഓ മുർത്തദ്ദായി പോയി കാഫിറായി എന്ന ഹുക്മ് ഖാദിക്ക് പറയാൻ അവകാശമില്ല. എന്നാലോ അമ്മ ഇൻ കാന മുമയ്യിസൻ, വകതിരിവുള്ള കുട്ടിയാണെങ്കിൽ, പ്രായപൂർത്തിയായിട്ടില്ല എന്നാൽ വകതിരിവുണ്ട്, കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മനസ്സിലാക്കാനുള്ള തലയുണ്ട് കുട്ടിക്ക്, അങ്ങനത്തെ ഒരു കുട്ടിയാണെങ്കിലോ മുർത്തദ്ദായി എന്ന് പറയാൻ പറ്റോ ഇല്ലയോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, അവൻ മുർത്തദ്ദാണെന്നുള്ള ഹുക്മ് പറയപ്പെടും, തമീസാണെങ്കിൽ കുട്ടിയാണെങ്കിലും. കാരണം കമാ യസിഹു ഇസ്ലാമുഹു, മുർത്തദ്ദാകുന്നതിന് മുമ്പ് നമ്മൾ അവൻ എന്തായിട്ടാ പരിഗണിച്ചത്? മുസ്ലിമായിട്ടാണ്, അവന്റെ ഇസ്ലാം സഹീഹായിട്ടാണ് നമ്മൾ പരിഗണിച്ചത്. എന്നാൽ അതേപോലെ ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന ഒരു കാര്യം വന്നാൽ അവൻ മുർത്തദ്ദായി എന്നും നമ്മൾ പരിഗണിച്ചുകൊണ്ട് പറയും. ഇതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആല ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായം. അതാണ് മശ്ഹൂറായ അഭിപ്രായവും ഉലമാക്കൾക്കിടയിൽ ഐക്യകണ്ഠേന അധികം പേരും പറഞ്ഞിട്ടുള്ളതും അതാണ്. തംയീസുള്ള വകതിരിവുള്ള ഒരു കുട്ടിയാണ് ഈ പറയപ്പെട്ട കാര്യം ചെയ്തതെങ്കിലും ഓനെ മുർത്തദ്ദെന്ന് പറയും. അതെന്തിനാ പറഞ്ഞതെന്നറിയോ? മുമയ്യിസായ സ്വബിയിന്റെ കാര്യത്തിൽ പോലും ഉലമാക്കൾ ഈ ഹുക്കുമാണ് പറയുന്നതെങ്കിൽ പ്രായപൂർത്തിയെത്തിയ, ബുദ്ധിയുടെ പൂർണ്ണത പ്രാപിച്ച, കാര്യങ്ങളൊക്കെ അറിയുന്ന മനസ്സിലാക്കുന്ന ചിന്താശേഷിയുള്ള ആളുകൾ ചെയ്താൽ എന്തായിരിക്കും അതിന്റെ ഗൗരവം? ഒരു ഉമയ്യിസായ കുട്ടിയുടെ വിഷയത്തിൽ പോലും മുർത്തദ്ദായി എന്ന് പറയുമെങ്കിൽ. രണ്ടാമതൊരു അഭിപ്രായം വന്നിട്ടുള്ളത്, മുമയ്യിസായ കുട്ടിയാണെങ്കിൽ മുർത്തദ് എന്ന് പറയേണ്ട കാര്യമില്ല. അതിന്റെ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പേന ഉയർത്തപ്പെട്ടവരാണ്. കാരണം അവരുടെ നന്മ തിന്മ എഴുതി തുടങ്ങിയിട്ടില്ല, ബാലികായാലേ തുടങ്ങുള്ളൂ. അതുകൊണ്ട് ചുരുക്കം ചില പണ്ഡിതന്മാര് പറഞ്ഞു കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ ഹുക്മ പറയേണ്ടതില്ല. ആയിക്കോട്ടെ, നമ്മളെ വിഷയമല്ല. കുട്ടിയുടെ കാര്യത്തിൽ വരെ ഉലമാക്കൾ ഇങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ മുദബ്ബിറുൽ ആലം ഇന്ന ആളാണെന്ന് പറയുന്നവരുടെ കാര്യത്തിൽ എന്തായിരിക്കും ഉലമാക്കളുടെ ചർച്ച? ഒരു കുഴപ്പമില്ല, നിങ്ങൾ വിളിച്ചോളി, 1000 പ്രാവശ്യം വിളിച്ചോളി എന്ന് പറയുന്നവരെ പറ്റി എന്തായിരിക്കും ഉലമാക്കളുടെ ചർച്ച? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ കാര്യം പറഞ്ഞ്. അതൊക്കെ തമീസ് ഇല്ലാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചർച്ചയില്ല. പക്ഷെ അവരുടെ കാര്യത്തിൽ വരെ ഈ ഗൗരവം ഉണ്ടെങ്കിൽ വലിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അപകടം തന്നെയാണ്. മാമുക്കായ ഉപ്പൂപ്പൻ അറിയാം? മംഗളമേപ്പൂര മറ്റേ മാമുക്കയല്ല, സിനിമ നടൻ മാമുക്കയല്ല. മാമുക്കോയ ഉപ്പാപ്പ എന്ന് പറയുന്ന ഒരു വലിയ കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് പകരം പറയുന്നു. അല്ലാഹു ആലം, നിങ്ങൾക്കറിയോന്നറിയില്ല. മലപ്പുറം ഭാഗത്താവാൻ ചാൻസ്, കാരണം മൂപ്പര് മലപ്പുറത്താണ്. അങ്ങനെ മാമുക്കായ ഉപ്പാപ്പ നടന്നു വരുമ്പോ ഒരു പഞ്ചാര കച്ചവടക്കാരനുണ്ടായിരുന്നു. പണ്ട് കാലത്തായിരിക്കും. പഞ്ചാര കച്ചവടക്കാരൻ കുറെ പഞ്ചാര ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഉപ്പാപ്പ ആണെങ്കിൽ കുറെ അങ്ങനെയാണല്ലോ, പിന്നെ ഉളിയാക്കളുടെ കോല അങ്ങനെ ആയിരിക്കുമല്ലോ, ചീനി നാറിയ കുപ്പായം, ദുർഗന്ധം വമിക്കുന്ന ശരീരം. അപ്പൊ ഈ പഞ്ചാര കച്ചവടക്കാരൻ അത്ര ഇഷ്ടമായില്ല. അയാൾ എന്തോ തള്ളുകയോ എന്തോ ചെയ്തു. അപ്പം മമ്മൂക്കായ ഉപ്പാപ്പക്ക് ദേഷ്യം പിടിച്ചു. മമ്മൂക്കായ ഉപ്പാപ്പ പറഞ്ഞു, ഓ നീ എന്നെ തള്ളിയല്ലേ, പോയി. ആൾക്കാര് പഞ്ചാര വാങ്ങാൻ വരുന്നു, ഇയാൾ തൂക്കി കൊടുക്കുന്നു. പോകുമ്പോക്ക് ഈ പഞ്ചാര എല്ലാം ഉപ്പായിട്ട് മാറുക. വാങ്ങിയിട്ട് പോകുമ്പോക്ക് പഞ്ചാര ഉപ്പാകുന്നു, കൊടുക്കുമ്പോ പഞ്ചാര തന്നെ പുറക്കെത്തുമ്പോക്ക് ഉപ്പായി മാറുന്നു. ഇയാൾ ആകെ ടെൻഷൻ, ഒരുപാട് ചാക്ക് പഞ്ചാര നഷ്ടമായി പോവാണ്, എന്ത് ചെയ്യും? അപ്പൊ അതുവഴി വന്ന് ആരോ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിനോ? കാരണം ഇത് കളക്ട് ചെയ്യണ്ടേ, അപ്പൊ ഇത് ചോദ്യം ഉണ്ടാക്കണ്ടേ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിനോ? ഒരു പാപ്പ ഇങ്ങനെ പോപ്പ് ഭയങ്കരമാണ്. അപ്പൊ അതെന്നെ കാര്യം, മാപ്പ കളിക്കണ്ട, പോയിട്ട് മാപ്പ് ചോദിച്ചു. അയാൾ ഓടി മാപ്പ് ചോദിച്ചു. മാപ്പ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഉപ്പൊന്നായിട്ട പഞ്ചാര തന്നെയാണ്. പിന്നെ വന്ന് നോക്കുമ്പോക്ക് എല്ലാം ക്ലിയർ ആയി. ഇതാണ് കഥ. ഇത് പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകളെ മാമുക്കായ ഉപ്പാപ്പനോട് കാര്യം തേടിക്കോളൂ എന്ന് പറയുന്നവന് ഉലമാക്കൾ എങ്ങനെയായിരിക്കും കാണുക? കുട്ടികളോടുള്ള നിലപാട് ഇങ്ങനെയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ കുഞ്ഞുങ്ങളെ കാര്യം പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ നിബന്ധന ആള് മുക്കല്ലഫായിരിക്കണം എന്നതാണ്. രണ്ടാമത്തെ ഷർത്ത് അദ്ദുക്റു, ഓർമ്മയോടെ ഉള്ള അവസ്ഥയിൽ ഈ 10 ഏതെങ്കിലും ഒന്ന് വന്നവനായിരിക്കണം. എന്ന് പറഞ്ഞാൽ മറവി കൊണ്ട് സംഭവിച്ചു പോയതാണ്,
വഖറജ മിൻഹുൽ കുഫ്റു നിസ്യാനൻ, അങ്ങനെ കുഫറിന്റെ വാക്കോ കുഫറിന്റെ പ്രവൃത്തിയോ മറന്നോണ്ട് വന്നു പോയാൽ ഫലാ ശൈഅ അലൈഹി, അവന്റെ മേലിൽ കാഫിറാണെന്നുള്ള ഹുക്ം പറയാൻ പറ്റൂല. മറന്നിട്ട് പറഞ്ഞു പോവാം, ചാൻസ് ഉണ്ട്. മൂന്നാമത്തത് അൽ ഇൽമു, ഇത് കുഫറാണ് ഇത് ശിർക്കാണ് എന്ന് അറിയുന്നവന്റെ അടുത്ത് നിന്ന് വന്നതായിരിക്കണം. ഫലൗകാന ജാഹില, ഇനി പറഞ്ഞവനോ ചെയ്തവനോ ജാഹിലാണെങ്കിൽ ആ ജഹിൽ എന്താന്ന് ഞാൻ പറയേ, കിതാബിലുണ്ട് ആ ജഹിൽ എന്താന്നുള്ളത്. ഒരാൾ എപ്പോഴും ജാഹിലായിട്ടുണ്ടാവും. ജനനം മുതൽ മരിക്കുന്നവരെ ദീനിന്റെ കാര്യത്തിൽ ഒരുത്തൻ ജാഹിലായിട്ടുണ്ടാവുമോ? നമ്മളെ ആൾക്കാർ ഇപ്പൊ ഇത് പറയുമ്പോ പറയും ജാഹിലീങ്ങളല്ലേ, ഇത്ര കാലം ജാഹിലായിട്ടുണ്ടാവും. അപ്പൊ ഈ ജാഹില് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓന് എത്തിപ്പെടാൻ പറ്റിയില്ല, ദഅവത്ത് എത്തിപ്പെടാൻ പറ്റാത്ത ആളോ ഖുർആനെ പറ്റി കേൾക്കാത്ത ഒരാളോ അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നാട്ടിൽ ജനിക്കേണ്ടി വന്ന ഒരാളോ ആയിരിക്കാം. ഈ ചർച്ചയോ ഈ വർത്തമാനമോ തൗഹീദോ ശുറൂത്തോ റുക്നോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാനയോ ഇതൊന്നും കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ ജീവിച്ചു പോവാണ്. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാവൂലേ? ഇന്ത്യയിൽ തന്നെ ഉണ്ടാവുമല്ലോ, ഉൾനാടുകളിൽ ഗ്രാമങ്ങളിൽ യുപിയിലും മറ്റൊക്കെ പോയാൽ ചിലപ്പം അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാവും. കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാവൂല. ആ ജാഹില ഉദ്ദേശം. ആ ജാഹിലാണെങ്കിൽ അവനെയും കാഫറ എന്ന് പറയാൻ നിർവാഹമില്ല. കാരണം അവൻ എന്തില്ല, ഉദുറുണ്ട്, ജഹല് കൊണ്ടാണ്, അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല. കാരണം അള്ളാഹു പറയുന്നുണ്ട്, പ്രവാചകനെ നിയോഗിക്കുന്നവരെ നാം എന്ത് ചെയ്യൂല, ശിക്ഷിക്കൂല. അപ്പൊ ഇവന്റെ അടുത്ത് നിന്നും എത്തിയിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ടാ ജാഹിലായത്. അവനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഒന്ന് മുക്കല്ലഫാവണം, രണ്ടാമത്തത് ഓർമ്മയോടുകൂടി പറഞ്ഞോനോ ചെയ്തോനോ ആവണം, മൂന്നാമത്തത് അറിവോടുകൂടി ചെയ്തവനാവണം, നാലാമത്തെ നിബന്ധന അൽ ഖസ്ദു, മനഃപൂർവം പറയണം. അപ്പൊ ആര് ഒഴിവായി? മുക്റഹ് ഒഴിവായി, നിർബന്ധിതനായി പറയുന്നവൻ ഒഴിവായി. ഒരു നിർബന്ധവും ഇല്ല, രണ്ട് ചോയ്സ് മുമ്പ് കൊടുത്തു, ഇവര് എന്ത് ചെയ്തു, ഇത് തെരഞ്ഞെടുത്തു. അങ്ങനെ ഖസ്ദോടുകൂടി കുഫറിന്റെ വാക്ക് പറയുകയോ ചെയ്യുകയോ ചെയ്തു. വഅലാ ലൗ മുഖ്തിഅൻ, അബദ്ധത്തിൽ സംഭവിച്ചു പോയവനാണെങ്കിൽ ഫഹാദാ ലാ ശൈഅ അലൈഹി, അവനെ കാഫിറായിട്ട് പറയാൻ പറ്റൂല. കാരണം അള്ളാഹു പറഞ്ഞു സൂറത്തുൽ അഹ്സാബിന്റെ 5-ാമത്തെ ആയത്ത്, വലൈസ അലൈക്കും ജുനാഹുൻ ഫീമാ അഖ്തഅതും ബിഹി, നിങ്ങൾക്ക് അബദ്ധമായി സംഭവിച്ചു പോയതിൽ ഒരു പ്രശ്നവുമില്ല. വലാകിൻ മാ തഅമ്മദത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയം അറിഞ്ഞ് മനഃപൂർവ്വം ചെയ്തതാണ് പിടിക്കപ്പെടുന്ന പ്രശ്നം. വഖാല അല്ലാഹു ഗഫൂറൻ റഹീമ. അതുകൊണ്ട് നാലാമത്തെ നിബന്ധന, ഒരാൾ കാഫിറാക്കാൻ അയാള് ഖസ്ദോടുകൂടി ഇത് പറയുകയോ ചെയ്യുകയോ ചെയ്ത ഉദ്ദേശം അറിഞ്ഞുകൊണ്ട്, ഏതുപോലെ ഇന്ന് പല ആൾക്കാരും ചെയ്യുന്ന പോലെ എത്ര ആയത്തുകൾ ഓതിക്കൊടുത്താലും എത്ര ഹദീസുകൾ ഓതിക്കൊടുത്താലും അള്ളാഹ് കൊടുത്ത കഴിവ് അവർക്കുണ്ട്, അതുകൊണ്ട് ചോദിക്കാം, അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചോളൂ എന്ന് പറയുന്നവരെ പോലെ ഖസ്ദൻ, അറിയാണ്ട് അബദ്ധം പറ്റിപ്പോയതല്ല, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് വിളിക്കുന്നവർ. അഞ്ചാമത്തെ ഷർത്ത് അൽ ഇഖ്തിയാർ, സ്വന്തം സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞവനോ ചെയ്തവനോ ആവണം. ഓരോരുത്തർക്കും ഓരോ അവകാശം ഉണ്ടല്ലോ, സ്വന്തം അവകാശം. ഇന്ന ഹദൈനാഹു സബീല ഇമ്മ ഷാകിറൻ വ ഇമ്മ കഫൂറ, അവിടെയാ ഇഖ്തിയാർ ഉള്ളത്. കുഫറിന്റെ വഴിക്കും മനുഷ്യന് ഇഖ്തിയാറുണ്ട്, ഖൈറിന്റെ വഴിക്കും ഇസ്ലാമിന്റെ വഴിക്കും മനുഷ്യന് ഇഖ്തിയാറുണ്ട്. ഇവരവന്റെ ഇഖ്തിയാറിനെ ഉപയോഗിച്ചുകൊണ്ട് കുഫറിന്റെ വഴി സ്വീകരിച്ചാൽ അവനെയും കാഫിറാണെന്ന് പറയപ്പെടും. മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി ഇല്ലാ മൻ ഉക്രിഹ്, നിർബന്ധിക്കപ്പെട്ടവനൊഴികെ ആരെങ്കിലും ഒരു ഈമാനിന് ശേഷം കുഫറിന്റെ കാര്യം ചെയ്താൽ അവന്റെ കുഫർ സ്ഥിരീകരിക്കപ്പെടും. ഈ പറയപ്പെട്ട 5 ഷർത്തുകൾ, ഒന്ന് മുക്കല്ലഫായിരിക്കണം, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആള്, ആരുടെ അടുത്തുനിന്നും ആയിരിക്കണം ഈ കാര്യങ്ങൾ വന്നത്. രണ്ടാമത്തത് ഓർമ്മയോടെയാവണം, മറന്നുപോയിട്ട് സംഭവിച്ചതല്ലാത്തതാവണം. മൂന്നാമത്തത് അറിവോടുകൂടി ആവണം, ഇത് കുഫറാണ്, ഇത് ശിർക്കാണ്, ഇത് ചെയ്യൽ അപകടമാണ് എന്ന അറിവ് അവനുണ്ടാവണം. നാലാമത്തത് ഉദ്ദേശത്തോടെ, അതായത് അബദ്ധത്തിൽ പറഞ്ഞു പോവുകയോ ചെയ്തു പോവുകയോ ചെയ്തല്ല, അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്തതാവണം. അഞ്ചാമത്തത് ഇഖ്തിയാർ, അള്ളാഹുവിന് കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം, അവകാശം, അത് അവൻ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയവൻ ആണെങ്കിൽ ഉലമാക്കൾ അവന് കാഫിറാണെന്നുള്ള ഹുക്മ് പറയും. ഇതെപ്പോഴാ ഒരു വ്യക്തിയെ കാഫിറാക്കുക?
നമുക്കൊന്നും പറയാൻ കഴിയില്ല. അവരെ പറ്റി മൊത്തത്തിൽ അവർ കാഫിറാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ലാഹു അലം. അസ്ഹാബുൽ ആറാഫിലൊക്കെ പെടും ചിലപ്പോ അവര്. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. അതാണ് നേരത്തെ ജഹല് പറയാതെ പറഞ്ഞത്. അതായത് അള്ളാഹു പറഞ്ഞു, ഒരു പ്രവാചകനെ അയക്കാതെ ഞാൻ ആരെയും ശിക്ഷിക്കൂല. അപ്പൊ ആ പ്രവാചകന് വന്ന ആ പ്രവാചകനെ കേൾക്കാനും അറിയാനും അവസരം നൽകപ്പെട്ടവർ അതിൽപ്പെട്ടു. ആ അവസരം ആര് കൊടുക്കണം? അള്ളാഹു കൊടുക്കണം. ഇനി ഏതെങ്കിലും ആമസോൺ കാടുകളുടെ മൂലയിലെടെങ്കിലും ഏതെങ്കിലും ഒരു ഗോത്രം താമസിക്കുന്നെങ്കിൽ മനുഷ്യന്മാരാരും അവിടെ എത്തിപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അവര് കാടൻ ജീവിതമാണ്. അള്ളാഹു ആലം. അവരെന്ത് ചോദിച്ചാൽ അള്ളാഹു ആലം, അതൊക്കെ അറിയുള്ളൂ. നമ്മളെ പറ്റി അഭിപ്രായം പറയും വേണ്ട. കാരണം നാളെ ആഖിറത്തിൽ അവരെ പറ്റി നമ്മളോട് ചോദിക്കില്ല. നമ്മളോട് അതിനെപ്പറ്റി ചോദിക്കുള്ളൂ. അൻഫുസക്കും വഅഹ്ലീക്കും ആദ്യം, പിന്നെ നമ്മളെ കൂടെയുള്ള ആൾക്കാർ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ റിസാലത്ത് കിട്ടാനുള്ള അവസരം നൽകപ്പെട്ടവരിൽ നിന്ന് ഈ 5 നിബന്ധനകൾ യോജിച്ചാൽ ഒരു നാട്ടിലെ ഖാദിക്ക് എന്ത് ചെയ്യാം? അയാളെ മുഅയ്യനായി കാഫിറാക്കാം. ഇന്ന ആള് കാഫിറാണെന്ന് പറയാം. അല്ലാത്തടത്തോളം തഅയീൻ ചെയ്യാൻ പറ്റൂല. മറിച്ച് എന്തേ പറ്റുള്ളൂ? മുത്ലഖായി ഇന്നത് ചെയ്തവൻ കാഫിറാണ് എന്ന് പറയാനേ പറ്റൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ എന്റെ തെളിവ് എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅയ്യനായി ഇന്ന ആള് കാഫിറാണ് എന്ന് പറയുന്നതിനെ തടയുന്ന ചില കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ പറയരുത്. എപ്പോഴാണ്? ഒന്ന് ജഹല്, അറിവില്ലായ്മ കൊണ്ട് അറിവില്ലാത്തവരെ പറ്റി പറഞ്ഞുകൂടാ. 2 ഖത്അ, അബദ്ധത്തെ പറ്റിപ്പോയത് പറ്റാൻ ചാൻസ് ഉണ്ട്. 3 ഇക്റാഹ്, നിർബന്ധിതനായി പറഞ്ഞു പോയവൻ. 4 തഅ്വീൽ, അതായത് തഅ്വീൽ അർത്ഥം എന്താ? അവസരം അനുസരിച്ച് വ്യാഖ്യാനിക്കുക. ഉദാഹരണത്തിന് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരാളെ കൊന്നു. പക്ഷെ കൊല്ലുന്നതിന് മുമ്പ് മൂപ്പർ എന്ത് പറഞ്ഞു? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരു മുസ്ലിമിനെ കൊന്നവനുള്ള ശിക്ഷ എന്താ? ഓനെ കൊല്ലണം. അതാണ് ഖിസാസ്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉൽ അൽബാബ്. പക്ഷെ ഉസാമയെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊന്നില്ല. എന്താ കാരണം? അവിടെ ഉസാമ റളിയല്ലാഹു അൻഹു ആ കൊലപാതകം ചെയ്തത് അദ്ദേഹത്തിന്റെ ആ സന്ദർഭത്തിൽ അനുസരിച്ച തഅ്വീൽ അനുസരിച്ചാണ്. അത് ശരിയാണോ തെറ്റാണോ അല്ലാഹു വിടും. ഖാദിമാർക്കുള്ള നിർദ്ദേശമാണിത്. അതായത് ആ സാഹചര്യം എന്താ? യുദ്ധം ചെയ്ത്, ഹദീസ് കൊണ്ട് ഞാൻ പറയാം, ഇമാം ബുഖാരി മുസ്ലിം പോട്ടുന്ന ഹദീസാണ്. ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു പറയാണ്, ബഅസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഹുറഖ. ഹുറഖ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു. ഫസബ്ബഹ്ന അൽഖൗമ ഫഹസംനാഹു. രാവിലെ തന്നെ നമ്മൾ യുദ്ധം ചെയ്തു, അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. വലഹിഖ്തു അന വറജുലുൻ മിനൽ അൻസാരി റജുലൻ മിൻഹും. ഞാനും അൻസാരികളിൽപ്പെട്ട മറ്റൊരു പട്ടാളക്കാരനും കൂടെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ശത്രുപക്ഷത്തുള്ള ഒരാളെ പിടികൂടി. ഫലമ്മ ഗശീനാഹു, നമ്മൾ അയാളെ കൊല്ലാൻ വേണ്ടി വന്നപ്പോ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓൻ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫകഫൽ അൻസാരി, അപ്പൊ എന്റെ കൂടെയുള്ള അൻസാരിയായ പട്ടാളക്കാരൻ വാള് ഉറയിലിട്ടു. കാരണം കലിമ പറഞ്ഞു, മുസ്ലിമായി, ഇനി കൊല്ലാൻ പറ്റൂല. ഫതഅൻതുഹു ബിറുംഹി, പക്ഷെ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുന്തമെടുത്ത് അവനൊന്ന് കുത്തി. ഫഖതൽതുഹു, ആ കുത്തലിലൊറ്റങ്ങായി മരിക്കുകയും ചെയ്തു. ഫലമ്മ ഖദിംന, തിരിച്ച് മദീനത്തെത്തി. ബലഗ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ എത്തി. കാരണം യാത്ര കഴിഞ്ഞ് വന്നാൽ കാർഗുസാരി പറയും, കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഫഖാൽ, അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, യാ ഉസാമ, ഏ ഉസാമ, അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷവും നീ അവനെ കൊന്നോ? ഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, കാന മുതഅവ്വിദ, നബിയെ, അയാൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. അത് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനമാണ്. കാരണം സാഹചര്യം അങ്ങനെയാണ്. കാരണം കുറച്ച് തൊട്ട് മുമ്പ് ഒരു യുദ്ധം ചെയ്ത ആളാ.
ഇപ്പൊ പെട്ടെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ ഉസാമ എന്ത് വ്യാഖ്യാനിച്ചു? രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. ഫലമ്മാ സാല യുകർരിറുഹാ ഹത്താ തമന്നൈ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചിതേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചുണ്ട്. നീ കൊന്നോ ഉസാമ? കലിമ പറഞ്ഞതിന് ശേഷം കൊന്നോ? എത്രത്തോളം ഞാൻ വിചാരിച്ചു പോയി, ലം അകുൻ അസ്ലംതു ഖബ്ല ദാലികൽ യൗം, ഞാൻ ഈ ദിവസത്തിന് മുമ്പ് മുസ്ലിമേ ആയിട്ടില്ലെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ ചോദ്യത്തിൽ എന്തുണ്ട്? ആ വെറുപ്പുണ്ട്. എങ്ങനെയാ ചോദിക്കുന്നത്? പിന്നെ റസൂലുള്ളാഹി ചോദിച്ചു എന്നോട്, ഉസാമ അഫലാ ശഖഖത അൻ ഖൽബിഹി, നീ അവന്റെ ഹൃദയം തുറന്നു നോക്കിയോ? ഹൃദയം അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ. പക്ഷെ ഉസാമ റസൂലിനെ വെറുതെ വിടുകയും ചെയ്യും. ഒരു മുസ്ലിമിനെ കൊന്നവനെ റസൂൽ എന്ത് ചെയ്യും? കൊല്ലും. ഉസാമനെ കൊല്ലാത്തതിന്റെ കാരണം ഉസാമ അവിടെ തഅ്വീല് ചെയ്തതാണ്. സാഹചര്യം അനുസരിച്ച് അയാൾ അത് പറയാനുള്ള ചാൻസ് ഉണ്ട്. ബാക്കി അപ്പൊ ഒരാളുടെ തക്ഫീർ കുഫർ ചെയ്ത ആ പറഞ്ഞ സാഹചര്യം, അവസരം, അയാളുടെ മാനസികാവസ്ഥ, ചുറ്റുപാടെല്ലാം നോക്കിയിട്ട് ഖാദി എന്ത് ചെയ്യൂ? തഅയീൻ ചെയ്തിട്ട് പറയുള്ളൂ. എങ്ങനെ? ഇന്ന ആള് കാഫിർ എന്ന് പറയണമെങ്കിൽ അവസ്ഥ എല്ലാം നോക്കണം. നോക്കിയതനുസരിച്ച് ചിലപ്പം ഖാദി പറയും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവൻ കാഫിർ ആവൂല. ബാക്കി അള്ളാന്റെ അടുത്ത്. ഓന്റെ മനസ്സ് അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ. ബാക്കി അള്ളാന്റെ അടുത്ത്. അതേപോലെ മറ്റൊരു പ്രാവശ്യം ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഇതേപോലെ ബനു ജസീമ ഗോത്രത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പട്ടാളത്തെ വിട്ടു. നേതാവ് ഖാലിദാണ് റളിയല്ലാഹു അൻഹു. ഖാലിദ് റളിയല്ലാഹു അൻഹു അവരടുത്ത് ചോദിച്ചു, നിങ്ങൾ മുസ്ലിം ആവുന്നുണ്ടോ? അതാണ് അവർക്കുള്ള നിർദ്ദേശം. ആദ്യം പോയി കലിമ പറഞ്ഞു കൊടുക്കണം, ഇസ്ലാമിലേക്ക് വിളിക്കണം. അവർ ഇസ്ലാമിലേക്ക് വന്നാൽ പിന്നെ കഴിഞ്ഞു, പിന്നൊന്നുമില്ല. അപ്പൊ അവരെന്ത് പറയും? അസ്ലംന, അതെ നമ്മൾ മുസ്ലിം ആയിരിക്കുന്നു. അതിന് പകരം അവര് പറഞ്ഞത് സ്വബഅന, നമ്മൾ മതം മാറിയിരിക്കുന്നു. ഒറ്റ വാക്ക് അവര് പറഞ്ഞത് സ്വബഅന. കാരണം ഖാലിദ് ഇബ്നുൽ വലീദിന് അവര് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ പോലെ തോന്നി. മുസ്ലിമായി എന്ന് പറയുന്നില്ല, എന്നാൽ എന്തു പറയുന്നുണ്ട്? അവരെ മതത്തിൽ നിന്ന് മാറി എന്ന് പറയുന്നുണ്ട്. അസ്ലംന എന്ന് വ്യക്തമായി പറയാത്തതിന്റെ കാരണത്താൽ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു കൊന്നു. കുറെ ആൾക്കാരെ തടവ് പിടിച്ചു, കുറെ ആൾക്കാരെ കൊന്നു. ഇത് റസൂലുള്ളാഹിയുടെ അടുത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അബ്റഉ ഇലൈക മിമ്മാ സനഅ ഖാലിദ്. അല്ലാഹുവേ, ഞാൻ നിരപരാധിയാണ് ഖാലിദ് ചെയ്ത കാര്യത്തിൽ, ഞാൻ ഉത്തരവാദിയല്ല. റസൂലുള്ളാഹിക്ക് വെറുപ്പുണ്ട്. പക്ഷെ റസൂലുള്ളാഹി ഖാലിദിനെ എന്ത് ചെയ്തില്ല? പകരം കൊന്നില്ല. എന്താ കാരണം? തഅ്വീൽ ചെയ്തു. ഖാലിദ് അവിടെ സാഹചര്യം വെച്ച്, സന്ദർഭം വെച്ച് അവരുടെ ആ വാക്കിനെ തഅ്വീൽ ചെയ്തു. അതേപോലെയാണ് ഖാദി ഒരു വ്യക്തിയെ കൃത്യമാക്കി കാഫിറാക്കുന്നത്. ചിലപ്പോൾ കുഫ്ർ ചെയ്തിട്ടുണ്ടാവും, പുറമെ പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോ ഖാദി പറയും ഇല്ല ആവൂല, ചിലപ്പോ ആവൂന്ന് പറയും. അവ തഅ്വീൽ ചെയ്തു നോക്കും, വ്യാഖ്യാനിച്ച് ഏതാണോ ഖാദിക്ക് യോജിച്ചു തോന്നുന്നത് അത് പറയും. ബാക്കി അള്ളാഹുവിന്റെ അടുത്തായിരിക്കും. ശരി, ഇനി ഒരു മസ്അല. ഫീമ യതഅല്ലഖു ബിഉസൂലിദ്ദീൻ, ദീനിന്റെ അസ്ലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മസ്അല പറയാൻ പോവാണ്. ഹൽ യുസ്തറത്തുൽ ഇൽമു അം ലാ യുസ്തറത്ത്. ഒരു വിഭാഗം ആളുകളുണ്ട്, അവരെ കാഫിർ എന്നും മുശ്രിക് എന്നുമാണ് പൊതുവെ പറയപ്പെടുക. അത് പറയണമെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി അറിയുമായിരുന്നോ അല്ല അറിയില്ലായിരുന്നോ എന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ടോ? ഇതാണ് ചർച്ച. നോക്കിക്കോളൂ. അതായത് ഹൽ യുഅ്ദറു ഉലൈക അല്ലദീന യഅ്തൂന അൽഅദ്രിഹ, ഈ ജാറങ്ങളിലേക്ക് വരുന്ന ആളുകൾ, അവർക്ക് ഉദർ നൽകപ്പെടുമോ? അറിവില്ലായ്മ എന്ന ഉദർ അവർക്ക് നൽകപ്പെടുമോ? വയതഅല്ലഖൂന ബിഹ, ആ ജാറുമായിട്ട് അവർ ബന്ധപ്പെടുന്നു. വയദ്ബഹൂന ലഹ, അതിനുവേണ്ടി അവർ അറവ് നടത്തുന്നു. വയദുഊനഹ, അവരോട് അവർ ദുആ ചെയ്യുന്നു. ഫഹാദിഹിൽ അഷ്യാ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ, ജാറത്തിൽ പോവുക, അവിടെ മറ്റേ അപ്പം കൊണ്ടുപോവുക, ഫേസ്ബുക്കിലാണ് വരുന്നത് എന്തെല്ലാം അപ്പം, വിരള്, നഖം, മൂക്ക്, ചെവി. അപ്പൊ ഫർജിന് അസുഖം വന്നാലോ, പുരുഷന്റെ ദക്കറിന് അസുഖം വന്നാലോ, ആ കോലത്തിലുള്ള അപ്പം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും. എന്തെല്ലോ ആചാരങ്ങള്, എന്തെല്ലോ രീതികള്. അതിവരെ അവിടെ ആ കോലത്തിലുള്ള അപ്പം ഉണ്ടാക്കി കൊണ്ടുപോകുന്നതിന്റെ പിറകിൽ അവർക്കുള്ള ഈമാൻ, ആ ഈമാനിലാണ് പ്രശ്നം. അങ്ങനെ പോകുന്നവർ ബാഹ്യമായി പ്രകടമായി ശിർക്കിന്റെ എല്ലാ പ്രവർത്തികളും
അവരിൽ വന്നു കഴിഞ്ഞു. എന്നിട്ടും ഫഹൽ യുഅ്ദറൂന ഫീഹാ, അവർക്ക് എന്തെങ്കിലും ഉദുർ നൽകപ്പെടുമോ? അം ലാ യുഅ്ദറൂൻ, അതല്ല കാരണമൊന്നും പറയപ്പെടാതെ അവർക്ക് കാഫറാന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നമ്മൾ സാധാരണ പറയണ്ടല്ലോ, അവർ സാധാരണക്കാരാണ്, അവർക്ക് അറിയില്ല, അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റൂല്ല. ഈ മസല ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസലയാണ്. പ്രധാനമായും രണ്ട് കൗലുകൾ ആ വിഷയത്തിലുണ്ട്. അൽ ഖൗലുൽ അവ്വൽ, ഒന്നാമത്തെ കൗല്, വഅലൈഹി അക്സറു അഇമ്മത്തി ദഅവ അൻ-നജ്ദിയ്യ, ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയുടെ ആ ഒരു ചെയ്തിൽ വരുന്ന അധിക ഉലമാക്കളുടെയും അഭിപ്രായം, യറൗന ബിഅന്നഹു ലാ യുഅ്ദറു ബിൽ ജഹൽ, അവർ ജാഹിലീങ്ങളാണ്, അറിവില്ലാത്തവരാണ് എന്ന കാരണം പറഞ്ഞ് അവർ ഒഴിവാക്കപ്പെടുകയില്ല. കാരണം അവര് പ്രകടമായി ആ ചെയ്യുന്നത് ബാഹ്യമായ ശിർക്കൻ പ്രവർത്തികളാണ്. ഫഹഉലാഇ അല്ലദീന യഅതൂന അൽഅദ്ലിഹ, അതുകൊണ്ട് തന്നെ ഈ ജാറങ്ങളിലേക്ക് വരുന്ന ഈ ടീം, വൽ ഖുബൂറ, ഖബറിന്റെ അടുക്കലേക്കും, മഅദൂദൂന ഫിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവരാകുന്നു. ലാ തഹല്ലു ദബാഇഹും, അവർ അറുത്തത് അനുവദനീയമല്ല. വലാ യുനാകഹൂൻ, അവരുമായിട്ടുള്ള വിവാഹബന്ധം ചെയ്യാനും പാടുള്ളതല്ല. അപ്പൊ എന്ത് നോക്കാൻ നിൽക്കണ്ട, ഞാൻ പറഞ്ഞല്ലേ കിതാബാണ്. ഞാൻ പണ്ടേ പറഞ്ഞില്ലേ, സലഫി ബീഫ് സ്റ്റാർ ക്യൂ ആയിരിക്കും 2 കിലോമീറ്റർ നോക്കൂ, സലഫി മട്ടൻ. എന്താ നമ്മളെല്ലാത്തിനും സലഫി എന്നുള്ള പേരിട്ടില്ലേ? ഇത് മാത്രം എന്താ സലഫി ചിക്കൻ സ്റ്റാർ ആയിരിക്കും. നിങ്ങൾ എന്ത് തുടങ്ങുന്നില്ല, കാരണം ഇതാ ലാ തഹല്ലു ദബാഇഹും, അവർക്ക് അറിയോ അറിയില്ലേ പാവങ്ങളിലെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ബാഹ്യമായി ജാറത്ത് പോകുന്നുണ്ട്, ആടെ പിന്നെ ഒതിരി കത്തിക്കുന്നുണ്ട്, ആടുന്ന് ജാറ മൂടുന്നുണ്ട്, അവിടുന്ന് എണ്ണെടുത്ത് തലയിലും കണ്ണിലും ആക്കുന്നുണ്ട്, അവിടെ നേർച്ച കഴിക്കുന്നുണ്ട്, അവിടെ അപ്പം കൊണ്ടേ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടാൽ മൊത്തത്തിൽ, ഇന്നാണെന്ന് പറയണ്ട, മൊത്തത്തിൽ അവർ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവരാണ്. അവരറുത്ത് തിന്നാനും പറ്റൂല, അവർ വിവാഹബന്ധത്തിൽ ഏർപ്പെടാനും പറ്റൂല. അത് പറ്റൂല. ഇന്ത്യക്കാരൊക്കെ അതെന്തറിയാം, റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ ചോദിക്കും കൊൻസ മസ്ജിദ്, സലഫി മസ്ജിദ്, സലഫി. അപ്പുറത്തെ ഖുറാഫിക്കുല്ല, ഖുറാഫി. അപ്പുറത്തെ ജമാഅത്ത് ഇസ്ലാമിയ, ജമാഅത്ത് ഇസ്ലാമിയ. അതാണ് അവരുടെ കഥ. അല്ലെങ്കിൽ ചോദിക്കും ഹാത് കഹാ ബാത്തിന ഹൈ, യഹാ ഔർ യഹാ ഔർ യഹാ, തീനോ ഠീക്ക് ഹൈ. ഇതാണ് ഉറുദുക്കാരുടെ കഥ. അതുകൊണ്ട് പള്ളി കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ് അങ്ങനത്തെ ആൾക്കാരെ ഇമാമായിട്ട് സലഫി പള്ളിയിലേക്ക് എടുക്കുമ്പോൾ ഫസ്റ്റ് ചോദിക്കണം അയ്നല്ലാഹ്, അഖീദ ടെസ്റ്റ് ചെയ്യണം, അള്ളാഹു എവിടെയാണ്. അധിക ബംഗാളീസും പറയും ഹർ ജഗാ ഹൈ, ഖുദാ ഹർ ജഗാ ഹൈ, മിട്ടി മേ ഹൈ, ദറത്ത് മേ ഹൈ, ഹമാരാ അന്തർ ഭി ഹൈ, ഹർ ജഗാ ഹൈ. അപ്പൊ തന്നെ പറഞ്ഞോളൂ 500 ടിക്കറ്റ് എടുത്തിട്ട് വിട്ടാൽ പറഞ്ഞു. നമ്മുടെ അഖീദ ശരിയല്ല. മാ മഅനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചോദിക്കണം ആ വന്ന ഇമാമിനോട്. ഈ സലഫി പള്ളിയിലെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ഒരു മഹല്ലത്തിലെ ഭരണാധികാരികളാണ്. അതാ സീത അഞ്ഞമുള്ള ടീം ആയിക്കൂടാ സലഫി പള്ളിന്റെ കമ്മിറ്റി. അവർക്ക് നല്ല ബോധം ഉണ്ടാവണം, നല്ല അറിവുണ്ടാവണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിക്കണം. ബംഗാളി വന്ന് ഇരുത്തണം. ഹിന്ദുക്കാരാണ്. പക്ഷെ അൽഹംദുലില്ലാഹ് ചില പള്ളികളിൽ ബനാറസിലൊക്കെ പഠിച്ച സലഫികളായ ഇമാമികളെ കിട്ടുന്നുണ്ട്. മാഷാ അല്ലാഹ്. കണ്ണൂർ കാസർഗോഡ് ഭാഗത്തൊക്കെ കുറെ പള്ളികളുണ്ട് നല്ല പക്ക സലഫി ഇമാമികളുണ്ട് ഹിന്ദിക്കാർ. പക്ഷെ ശ്രദ്ധിച്ചെടുക്കണം, വലിയ അപകടമാണ്. ഇവിടെ ഇപ്പൊ 2 കൊല്ലം ജോലി ചെയ്തു. ചിലപ്പോ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ, എവിടെങ്കിലും പോയിട്ട് ഖുറാഫി പള്ളിയിൽ വിട്ടിട്ടുണ്ട് 30 നിൽക്കുന്നത്. ഇതൊക്കെയാണ് അബീദറിമാം, ഒക്കെ അത് ശരിയല്ല. അതുകൊണ്ട് ഇതാ അക്സറുൽ ഉലമ, ചില ഉലമാക്കള് അഭിപ്രായ വ്യത്യാസം ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ കാരണം ഞാൻ പറയാം, ഒന്ന് നോക്കിക്കോ. തെളിവ്, ഇവർ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നവരാണ്. അതുകൊണ്ട് അവരെ നമ്മൾ അടുത്ത തലമുറയെങ്കിലും അത് മനസ്സിലാക്കണം. ഇത് സലഫി എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ്, സുന്നി എന്ന് പറഞ്ഞാൽ ഷിയ ടീമാണ്, ഇസ്ലാമിന് പുറത്തുള്ളവരാണ്. മനസ്സിലാക്കണം, അങ്ങനെ തന്നെ വരണം.
തെളിവ് അള്ളാഹു പറഞ്ഞു റസുലൻ മുബശ്ശിരീന വമുൻദിരീന ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റുസുൽ. സൂറത്തുൽ നിസാഇന്റെ 165-ാമത്തെ ആയത്ത്. റസുലൻ മുബശ്ശിരീന വമുൻദിരീൻ, അംബിയാ മുർസലീങ്ങളെ സന്തോഷവാർത്ത നൽകുന്നവരായിക്കൊണ്ടും താക്കീതുകാരായിക്കൊണ്ടുമാണ് അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജ, അള്ളാഹ്ക്കെതിരെ ജനങ്ങൾക്ക് ഒരു സാക്ഷ്യം പറയാനുള്ള പഴുതുണ്ടാവാതിരിക്കാൻ. എന്നൊക്കെ പറഞ്ഞു നമ്മൾ അങ്ങോട്ട് പോകുന്നത് പോലെ കാര്യം. അങ്ങോട്ട് പോയിട്ട് പറയുന്നെന്താ? പോയിട്ട് എന്തേ പറയൂ? ഒഴിലേ പറയൂ. അല്ല, അതൊരു ചാൻസ് അല്ലേ? സുമാഹിതങ്ങള് കച്ചവടക്കാര് വന്നാലും മറ്റെല്ലാം പോകുമല്ലോ. അതൊരു ചാൻസ് ആണ് തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ. ബഹ്റൈനില് ഈ പറഞ്ഞ ടീം ഒരു നബിദിനത്തിന്റെ സമയത്ത് വലിയൊരു പരിപാടി വെച്ചു. എന്നാൽ അവിടുത്തെ വലിയൊരു പള്ളിയിലെ ഇമാമിനെ ഗസ്റ്റായിട്ട് കൊണ്ടുവന്നു. അയാളാണെങ്കിൽ ഷെയ്ഖ് അൽബാനിന്റെ മൂത്ത സെൽഫിയാണ്. വന്ന് നല്ല കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. തർജ്ജമ ചെയ്യുന്നവനാകെ എന്തേ പറഞ്ഞു കൊടുക്കുക? ഇത് ഇന്നതാണ്, വിദഅത്താണ്, അതാണ്, ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആ അവസരം മുതലാക്കുന്ന മാത്രം, അത്രയേ ഉള്ളൂ. പിന്നെ ചില കാര്യങ്ങളിൽ രാഷ്ട്രീയം, അതേപോലെ തന്നെ സംഘടനാ നിയമങ്ങൾ, അതെല്ലാം ചെയ്യേണ്ടി വരും. ചിലപ്പോ നമുക്ക് നമ്മളൊരു പരിപാടിയിൽ കാന്തപുരം മുസ്ലിം വിളിക്കേണ്ടി വന്നാൽ നമ്മൾ വിളിക്കും, കസായം ഇരിക്കും, അവിടെ ഇരുന്നിട്ട് പോയിക്കോട്ടെ. അതിപ്പോ RSS വിളിക്കുന്നില്ലേ? ഇല്ലേ? കമ്മ്യൂണിസ്റ്റുകാരെ വിളിക്കുന്നില്ലേ? ആ ബ്രിട്ടാസ് എല്ലാം വന്നിട്ട് ഇന്നെല്ലാം വർദ്ധിച്ചു പോയിട്ട് ആവശ്യമുണ്ട് കടപ്പുറത്ത്. അപ്പൊ അത് അങ്ങനെ കണ്ടാൽ മതി. ഭൗതികമായിട്ടുള്ള മറ്റെന്തോ ഇതിനു വേണ്ടിയിട്ട് ഒരു കണ്ടാൽ മതി. അതല്ലാതെ അതൊക്കെ നമ്മളെ അക്കീദയുമായിട്ട് ബന്ധപ്പെടുന്നതുമല്ല. നമ്മളെ അക്കീദയുമായിട്ട് വിശ്വാസവുമായി ബന്ധപ്പെടുന്നതിൽ നമുക്കൊരിക്കലും അവരുമായിട്ട് യോജിക്കാൻ സാധിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പം ഹിജ്റ പോകുമ്പോൾ റഹ്ബറായിട്ട് കൂട്ടിയതാണ് വഴികാട്ടി. മുശ്രിക്കിനല്ലേ? മുശ്രിക്കിനാണ് കൂട്ടിയത് വഴികാട്ടിയുണ്ട്. അപ്പൊ അത് ഉപയോഗപ്പെടുത്താൻ പറ്റും, അത്ര തന്നെ. ആദർശപരമായിട്ടുള്ള യോജിപ്പ് അവരുമായിട്ട് പറ്റില്ല. ലാ തഹില്ലു ദബായിഹും വലാ യുനാക്കഹൂൻ. തെളിവിതാണ് സൂറത്തുൽ നിസാഇന്റെ 9-ാമത്തെ ആയത്ത്. പിന്നെ മുബശ്ശിരീന വമുൻദിരീൻ ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റുസുൽ. 165. നമ്മൾ കണ്ടിട്ടാ കേട്ടിട്ടാ ഒന്നും പറയാൻ കഴിയില്ല. ഇതെല്ലാം പ്രവാചകന്മാര് വന്ന് ഓതി പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കൗല്, ചുരുക്കം ചില ഉലമാക്കളുടെ യുഅ്ദറൂന ബിൽ ജഹൽ, അവരങ്ങനെ മുശ്രിക്കാകാൻ പറ്റൂല, കാരണം അവര് ജാഹിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിനവര് തെളിവ് പറഞ്ഞത്, ഇവിടെ ശരിക്കും മനസ്സിലാക്കണേ, തെളിവ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അബൂ വാഖിദുൽ ലൈസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ ഒരു മരം കണ്ടു. അപ്പൊ അവര് പറഞ്ഞല്ലോ, യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാത അൻവാത്. പണ്ടേ പ്രവാചകന്മാർ പറയുന്ന ഒരു ഹദീസാണ്. മുശ്രിക്കീങ്ങൾ വാള് തൂക്കിയിട്ട് പൂജിക്കുന്ന ഒരു മരം, അതേപോലെ നമുക്ക് ഒരു മരം ഉണ്ടാക്കിത്താ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മുശ്രിക്കാക്കി പുറത്താക്കിയില്ല. മറിച്ച് എന്തേ പറഞ്ഞിട്ടുള്ളൂ? നിങ്ങള് ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, മുസ്ലിമിന്റെ ആൾക്കാർ പറഞ്ഞ പോലെ പറയുന്നത്, നിങ്ങൾ ജാഹിലീങ്ങളാണ് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അവരെന്താക്കിയില്ല? പുറത്താക്കിയിട്ടില്ല. അതുകൊണ്ട് ഇവർക്കും നമുക്ക് എന്ത് ചെയ്യാം? ജാഹിലാന്ന് പറയാ, പുറത്താക്കാൻ നിൽക്കണ്ട. പക്ഷേ ഇത് പറഞ്ഞ ഉലമാക്കൾക്ക് നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാര് മറുപടി കൊടുത്തത്, അന്ന് അച്ചോദിച്ചത് ഹദീസു അഹ്ദിൻ ബിൽ ഇസ്ലാം, പുതിയ മുസ്ലിമീങ്ങളാണ്. അവരിങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ, അതിന്റെ ഉള്ളിൽ നിന്ന് വന്ന്. അതേപോലെ ഇപ്പൊ നമ്മുടെ ജാലത്തിന്റെ ടീമായിരുന്നു, ഒരുപാട് വന്നിട്ടൊരു മാസമേ ആയിട്ടുള്ളൂ. അയാളെടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഈ ഹദീസ് വന്നിട്ട് പറയാം, കുറ്റപ്പെടുത്തേണ്ട, ജാഹിലാണ്. അതേ സമയത്ത് ഇത് ആവർത്തിച്ച് കേട്ടും കണ്ടും ചർച്ചകൾ കണ്ടും കേട്ടും അങ്ങനെ ഉണ്ടല്ലോ തളമ്പിച്ച ആൾക്കാര്, അവരെ പിന്നെയും ജാഹിലിങ്ങളാണ്, കുഴപ്പമില്ലാന്ന് പറയുന്നതിന് അർത്ഥമില്ല. അപ്പൊ ആ ജഹിലിന് എന്ത് ചെയ്യണം? വേർതിരിച്ച് മനസ്സിലാക്കണം. ഈ ഹദീസിൽ വന്നിട്ടുള്ള ജഹില് ഇസ്ലാമിലേക്ക് ഇപ്പൊ അടുത്ത കാലത്തായി കടന്നു വന്ന ആൾക്കാരാ ചോദിച്ചത്.
അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മുശ്രിക്കാക്കാതെ മുർത്തദ്ദാക്കാതെ നിങ്ങൾ ജാഹില എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയത്. അങ്ങനെ ചോദിക്കാൻ പാടില്ല, അത് ജഹാലത്തിന്റെ ചോദ്യമാണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. പണ്ടേ ഇതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും പഠിച്ചും വാശിയോടും കൂടി ചെയ്യുന്ന ആൾക്കാരെയും ജാഹില എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ശരി. അതേപോലെ തന്നെ വേറെ ഹദീസ് ഉദ്ധരിച്ചു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാള് ഔസാ അഹ്ലഹു, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആട്ടോ, മരണസമയത്ത് തന്റെ കുടുംബക്കാരോട് വസിയത്ത് ചെയ്തു, വകാന ലം യഅമൽ ഖൈറൻ ഖത്തു, ഒരു നന്മയും ചെയ്യാത്തൊരു മനുഷ്യനാണ്. ഇദാ അന മുത്തു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഫഅഹ്രിഖൂനി, നിങ്ങൾ എന്നെ കത്തിച്ചു കളയണം. സുമ്മ തഹനൂനി, പിന്നെ എന്നെ നിങ്ങൾ പൊടിയാക്കണം. സുമ്മ ദറൂനി ഫിദ്ദിയ, പിന്നെ നിങ്ങൾ എന്നെ കാറ്റിൽ പറത്തി കളയണം. ഫവല്ലാഹി ലഇൻ ഖദറ അലയ്യ റബ്ബി, അണ്ടർലൈൻ, അവിടെയാണ് പ്രശ്നം. ലഇൻ ഖദറ അലയ്യ റബ്ബി, അങ്ങനെ പൊടിയാക്കി കാറ്റിൽ പറത്തിക്കളഞ്ഞ എന്നെ ഒന്നുകൂടി ഒരുമിച്ച് കൂട്ടാൻ എന്റെ റബ്ബിന് സാധിക്കുമെങ്കിൽ, പറയാൻ പാടില്ലല്ലോ, ശക്ക് വന്നു. അപ്പം അള്ളാഹുവിന്റെ കഴിവിൽ ശക്ക് വന്നു. കുഫറിന്റെ വർത്താനാണ്. അള്ളാഹു എന്നെ ശിക്ഷിക്കും, അഥവാ സാധിച്ചാൽ. ഞാൻ ശക്ക് വന്നല്ലോ, പക്ഷേ ശക്ക് വന്നിട്ടും അയാളെ എന്താ ഹദീസിന്റെ ബാക്കി എന്താ അറിയോ? അങ്ങനെ അള്ളാഹു അയാളുടെ ആ പൊടിയാക്കിയപ്പെട്ട ശരീരഭാഗങ്ങൾ ഒരുമിച്ച് കൂട്ടി നിർത്തിയിട്ട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? കത്തിച്ചിട്ട് ചാരമാക്കി കാറ്റിപ്പറത്തി കളയാൻ പറഞ്ഞെന്തിനാണ്? മഖാഫത്തൻ മിൻകയാ, അയാൾ പറഞ്ഞു നിന്നെ പേടിച്ചിട്ടാണ്. ഒരു നന്മയും ചെയ്തിട്ടില്ല, അവസാനം നീ എന്നെ പിടിക്കുന്ന രംഗത്തുള്ളൂ, ആ പേടിയില്ല. അങ്ങനെ പറഞ്ഞ് പൊടിയാക്കിയാ പിന്നെ പിടിക്കാൻ കഴിയില്ലല്ലോ. അള്ളാഹു പറഞ്ഞു, നീ എന്നെ പേടിച്ചില്ലേ, ഗഫർതുലക, ഞാൻ നിനക്ക് പുറത്തു നിന്നു സുഹൃത്തിലേക്ക്. നമ്മളെ അതാണ് ശരിക്കും. അത്ര റഹ്മാനാണ് റബ്ബ്. എന്തുണ്ടെങ്കിലും മാപ്പ് ചോദിച്ചവരോട് പോടാന്നൊരിക്കലും അള്ളാഹു പറയില്ല. ശക്ക് വന്നിട്ടും അള്ളാഹു എന്ത് ചെയ്തില്ല? ഒരെ മുശ്രിക്കായി മുർത്തത്തായി തള്ളിയില്ല. പക്ഷേ അവിടെ നമുക്കുള്ള മറുപടി എന്താ അറിയോ? അള്ളാന്റെ റഹ്മത്തിന്റെ വിശാലത കൊണ്ട് അള്ളാഹു പുറത്തു കൊടുത്തു. അത് വെച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റൂല? ബാഹ്യമായി ഇങ്ങനെ ശിർക്കിന്റെ വർത്താനം പറയുന്ന, പ്രചരിപ്പിക്കുന്ന, ചെയ്യുന്ന ആൾക്കാരെ ജാഹിലാണ് വിട്ടെ എന്ന് പറയാൻ പറ്റൂല. ശ്രദ്ധിച്ചോളൂ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതാണ് ജഹലുമായി ബന്ധപ്പെട്ട് ജാഹിലാണ് എന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് അവരെ കുഫറിൽ നിന്ന് ഷിർക്കിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ ഇല്ലേ എന്നതിലുള്ള പണ്ഡിത അഭിപ്രായം. പ്രകടമായി അവർ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടും. എന്നാൽ ഒരാളുടെ ജഹില് ഓക്കെ ആണോ, അവരെ ജാഹിലായിട്ട് പരിഗണിക്കാൻ പറ്റുമോ എന്ന് ഉറപ്പിക്കാൻ ചില കാരണങ്ങളുണ്ട്. അത് ഒക്കുകയാണെങ്കിൽ അവരെ ജാഹിലായി കണ്ട് മഅദൂറാക്കാം. അവർ ഉദുറുള്ളവരാണ്, അവരെന്ത് ചെയ്യണ്ട, ഈ കൂട്ടത്തിൽ എണ്ണണ്ട എന്ന് പറയാം. അതിലൊന്ന് ഹദാസത്തുൽ അഹ്ദി ബിൽ ഇസ്ലാം. പുതിയ മുസ്ലിമുകൾ വന്നിട്ടേ ഉള്ളൂ, കാര്യങ്ങൾ കൂടുതൽ പഠിച്ചിട്ടില്ല. അവരിൽ നിന്ന് സംഭവിച്ചു പോയാൽ അത് ജഹിലാന്ന് കണ്ട് അവർ ഉദുർ കൊടുത്ത് ഒഴിവാക്കാം. അതല്ലെങ്കിൽ ചോദിച്ച പോലെ ഏതെങ്കിലും വിദൂര ദിക്കുകളിൽ താമസിക്കുന്ന ആളുകൾ, അവിടെ ഈ ഇൽമോ ആ ഇൽമ എത്താനുള്ള മറ്റു ഉപകരണങ്ങളോ കാരണങ്ങളോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു നാട്, ഇന്റർനെറ്റോ സോഷ്യൽ മീഡിയയോ ആളുകൾക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യമോ ഒന്നും ഇല്ലാത്ത എവിടെയോ ഉള്ള ആളുകൾ, അവരെയും ഈ ജഹലിന്റെ കൂട്ടത്തിൽ പെടുത്തി ഒഴിവാക്കും. അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ അള്ളാഹു ആലം എന്ന് നമ്മൾ പറയും. നമ്മൾ ഇവിടെ വിധിക്കൂല. ഇവിടെ നമ്മള് മൊത്തത്തിൽ അവരെ കാഫിറാണെന്നോ മുശ്രിക്കെന്നോ പറയൂല. കാരണം അവർക്കൊരു കാരണം പറയാറുണ്ട്, മനസ്സിലുള്ള തന്നെ. പക്ഷെ ഇതൊന്ന് ഓർമ്മിപ്പിക്കാൻ, ഇതൊന്ന് എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് ഒന്ന് അയവിറക്കാൻ
അവസരങ്ങളില്ല, സാഹചര്യങ്ങളില്ല. അപ്പൊ അവരെന്തായിരിക്കും ആഖിറത്തിൽ? അള്ളാഹുവിന്റെ ഇഷ്ടം അള്ളാഹു പ്രവർത്തിക്കും. അതല്ലെങ്കിൽ അൽ ബഖാഉ ഫി ദാരിൽ ഹർബ്, മൂന്നാമത്തെ കാരണം, ദാറുൽ ഹർബിൽ താമസിക്കുന്ന ഒരാൾ. ഏതാ ദാറുൽ ഹർബ്? യുദ്ധഭൂമി. അവിടെ ശരിക്കും അങ്ങോട്ട് പോയിട്ട് താമസിക്കാൻ പറ്റൂല. പക്ഷെ ഇവൻ താമസിക്കുന്നു അസ്ബാബിൻ ശറഇൽ നിയമമാക്കപ്പെട്ട എന്തോ ഒരു കാരണം കൊണ്ട് അവൻ അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ, കാരണം ദാറുൽ ഹർബിൽ അധികവും ആരായിരിക്കും? കാഫിര്യങ്ങളായിരിക്കും. ഉള്ള ദാറുൽ ഹർബായത് മുസ്ലിമുകളോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യം. അവിടെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് താമസിക്കാന്ന് പറഞ്ഞാൽ അത് നിയമത്തിനെതിരാണ്, ഇസ്ലാം അനുവദിച്ച സംഗതിയല്ല. പക്ഷെ ഇവൻ ചിലപ്പം ചാരനായിരിക്കും, അവിടെ നേരത്തെ വിട്ടിട്ടുണ്ടാവും, അവിടെ നിന്നിട്ട് രഹസ്യങ്ങൾ ചോർത്താൻ. അതുകൊണ്ട് ഇൽമുമായി ബന്ധപ്പെട്ട ചർച്ചകളോ ക്ലാസ്സുകളോ ദുർസുകളോ ഒന്നും അവിടെ കിട്ടാനുള്ള ചാൻസ് ഇല്ല, കൂടുതൽ അറിവ് പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സംഭവിച്ചു പോയാൽ അവനെ എന്ത് ചെയ്യാം? ജാഹിൽ എന്ന പരിഗണന വെച്ചിട്ട് ഒഴിവാക്കാം, പ്രശ്നമില്ലെന്ന് പറയാം. അതുമല്ലെങ്കിൽ ബിദ്അത്തും ദലാലത്തും ഭയങ്കരമായി കുമിഞ്ഞുകൂടിയ, അത് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ആളുകളോ സാഹചര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു സ്ഥലത്താണ് ഇവൻ വളർന്നത്. അവനും ചിലപ്പോൾ സംഭവിച്ചാൽ അവന് ജാഹിലായി പരിഗണിക്കാം. പക്ഷെ നമ്മുടെ രാജ്യത്തെ കേരളത്തിന് വെളിയിൽ പല സ്ഥലങ്ങളെയും ഈ കൂട്ടത്തിൽ കൂട്ടാം. ബിദ്അത്തും ദലാലത്തുകളും മാത്രമേ അവിടെയുള്ളൂ. അത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളും ഇല്ല, അങ്ങനെ ഒരു സംവിധാനവും അവിടെ ഇല്ല. കേരളത്തിൽ ഒരിക്കലും കൂട്ടാം. മുക്കിലും മൂലയിലും സലഫി പ്രസ്ഥാനം തൗഹീദും സുന്നത്തും വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ നാട്ടിലുള്ള ആൾക്കാരെ ആ ജഹാലത്ത് കൂട്ടാൻ പറ്റില്ല. എന്നാൽ അവസാനമായി ഈ പറയപ്പെട്ട നിബന്ധനകളൊക്കെ ചേർന്ന് വന്നാൽ തന്നെ ആരാണ് കാഫിർ ആക്കേണ്ടത്? ആലിമീങ്ങൾ മാത്രം, അല്ലെങ്കിൽ ഖാദി, അല്ലെങ്കിൽ ഭരണാധികാരി. സാധാരണ അവാബിന്നാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നാള് കാഫിർ, ഓൻ കാഫിർ, ഇവൻ കാഫിർ എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പോഴും നമ്മൾ എന്തേ പറയൂ? കാന്തപുരം ഈ പറയുന്നതും ചെയ്യുന്നതും കുഫറും ശിർക്കുമാണ്. കാന്തപുരം ചെയ്യുന്നതും പറയുന്നതും കുഫറും ശിർക്കുമാണ്. അപ്പൊ ഒരാൾ ചോദിച്ചു, അയാളോ? എന്നാൽ ഞാൻ ഇപ്പൊ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അയാൾ ഇമാം എന്ന ബേക്കിൽ കൈ കിട്ടുന്നില്ല. അപ്പൊ ചോദിച്ചു, അതെന്താ? അയാളെ വിശ്വാസം, അയാൾ പറയുന്നതും കുഫറും ശിർക്കുമായ വിശ്വാസവും കാര്യങ്ങളുമാണ്, അത് നമുക്ക് യോജിച്ചതല്ല. അപ്പോഴും ഞാൻ എന്ത് ചെയ്തിട്ടില്ല? അയാള് കാഫിറാണ് എന്ന് പറഞ്ഞിട്ടില്ല. കേൾക്കുന്നതൊക്കെ അങ്ങനെ മനസ്സിലാവും, വേറെ കാര്യം. പറ്റില്ല, ഒരിക്കലും പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഇഖ്തിദാഇ സഹീഹാവാനുള്ള ഷർത്തിലൊന്നും എന്താ? ഇമാമിന്റെ നിസ്കാരം സഹീഹാണെന്ന് മഅ്മൂമിന് ഉറപ്പുണ്ടായിരിക്കണം. പാടില്ല, ചെയ്ത തെറ്റല്ലേ, ചെയ്ത തെറ്റല്ലേ. നമ്മള് ഇപ്പൊ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖോട് സലഫി പള്ളിയിൽ എല്ലാ മഹല്ലത്തിലും ഉണ്ട്. കഴിവിന്റെ പരമാവധി അങ്ങനെ എത്തിപ്പെടാൻ ശ്രമിക്കുക. പിന്നെ യാത്രക്കാർക്കല്ലേ അങ്ങനെ പറ്റുള്ളൂ. യാത്രക്കാർക്ക് ജമാഅത്ത് നിർബന്ധമില്ലല്ലോ. അപ്പൊ ജമാഅത്തിന് കൂടണ്ട. ഖബറില്ലാത്ത പള്ളി അതൊക്കെ കയറിക്കോ, നിസ്കരിച്ചിട്ട് വരാം. ഖബറുള്ള പള്ളിയാണെങ്കിൽ നിസ്കരിക്കാനും പറ്റില്ല. വെറും ഖബർ, അതായത് ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാഹ് കുറച്ച് കടുപ്പം കാണിച്ചെന്ന് വെച്ചാല് ചുറ്റും ഖബറില്ലേ, അതുവരെ പറ്റൂല എന്ന് പറഞ്ഞു. ആ പഴയ കാലത്തെ പള്ളികളുണ്ടല്ലോ, ചുറ്റും ഖബറുള്ള, അതുവരെ പറ്റില്ല. പറ്റൂല. അവിടെ അത് ജാറമാണ്, അത് വിവാദിക്തനായി ഉണ്ടാക്കപ്പെട്ട ജാറാണ്. അവിടെ ഒരിക്കലും പറ്റൂല നിസ്കരിക്കാൻ. അപ്പം യാത്രക്കാർക്ക് ഒന്നാമത് ജമാഅത്ത് നിർബന്ധമില്ല, ജമാഅത്തിനെ കൂടെ തുടരേണ്ട കാര്യമേ ഇല്ല. മറ്റൊന്ന്, ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം കയറിയിട്ട് നിസ്കരിച്ചാൽ പ്രശ്നമില്ല, നല്ലത്. ജമാഅത്ത് കൂടണ്ട. നാട്ടിൽ തന്നെ ആകുമ്പോ പിന്നെ ആ പ്രശ്നമില്ലല്ലോ, സെൽഫി പള്ളിയിലൊക്കെ വന്നാൽ മതിയല്ലോ. ഇല്ല, ജാറത്തുള്ള വണ്ടിയിലൊന്നും പറ്റില്ല, നിസ്കരിക്കാനേ പറ്റില്ല. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അള്ളാന്റെ ശാപമുള്ള സ്ഥലമാണ്. അപ്പൊ ഇതാണ് പ്രധാനമായും നവാഖിദുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടും
അതേപോലെ ഈ കാര്യങ്ങൾ ചെയ്താൽ കുഫ്റാകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച ഈ കിതാബ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നിസ്കാരത്തിന്റെ ഷർത്തുകളും ഫർദുകളുമായി ബന്ധപ്പെട്ട ചെറിയൊരു കിതാബുണ്ട്. അത് പൂർത്തിയാക്കിയിട്ട് പിന്നെ നമ്മൾ അഖീദയിലേക്ക് മടങ്ങും ബിഇദ്നില്ലാ. അള്ളാഹു കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.